ഹലോ, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഇന്ന് നമ്മളൊരു 24 hours ഫുഡ് ഈറ്റിംഗ് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ആണ്. ഞാനിപ്പോൾ ഉള്ള അമ്മേൻ്റെ വീട്ടിലാണ്. അപ്പോൾ രാവിലെ അമ്മമ്മ പുട്ട ഉണ്ടാക്കി. അപ്പോൾ അമ്മമ്മ പറഞ്ഞു ഇന്ന് പുട്ടുണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ആയാലോ. എന്തായാലും കുറച്ച് പുട്ടുണ്ട്, പക്ഷേങ്കിൽ എനിക്ക് ചലഞ്ച് ചെയ്യാനുള്ള അത്ര പുട്ട് ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ഞാൻ വിചാരിക്കുന്നത് കോമ്പിനേഷൻസ് മാറ്റി പിടിച്ച് ഒരു ദിവസം ഇന്നത്തെ ദിവസം ഫുള്ള് പുട്ട് കഴിക്കാമെന്നാണ്. ഇന്നത്തോടെ ഞാൻ എന്തായാലും പുട്ടിനെ വെറുക്കും. എന്നാലും നമുക്ക് ഇന്നത്തെ ഡേ ഫുള്ള് പുട്ടടിച്ച് തീർക്കാം. പിന്നെന്തോ ഞാൻ പറയാൻ വന്നിനല്ലോ. ഇപ്പോൾ ഏകദേശം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്, ലഞ്ചിൻ്റെ ടൈം ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രഞ്ചാണ് കഴിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ലഞ്ചിൻ്റെ കോമ്പിനേഷൻ ഞാൻ തന്നെ സ്വന്തമായിട്ട് എൻ്റെ കൈ കൊണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുള്ളൊരു ടൈമില്ല. അപ്പോൾ നമുക്ക് ലഞ്ച് ഇവിടെ അമ്മ ആക്കിയതൊക്കെ വെച്ച് കഴിക്കാം. പിന്നെ ഡിന്നർ ഞാൻ സ്വന്തമായി എൻ്റെ കൈ കൊണ്ട് കുക്ക് ചെയ്ത സാധനം ഉണ്ടാക്കാൻ ഞാൻ വിചാരിക്കുന്നു. പറ്റുമായിരിക്കും. അപ്പോൾ വീട്ടിലോട്ട് പോവാം. അപ്പം നമ്മൾ ബ്രഞ്ചിന് ഉണ്ടാക്കുന്നു പുട്ടുമുട്ടയും. അതിന് വേണ്ടി ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഉള്ളി മുറിച്ചാണ്. ഞാൻ ഒറ്റക്കല്ല, അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യും. അല്ല അമ്മ, ഞാൻ ഒറ്റക്കാക്കും, പക്ഷെ എന്നാലും അമ്മയെ ഹെൽപ്പ് ചെയ്യണം. അപ്പം നമുക്ക് നിങ്ങളാക്കലുണ്ട് പുട്ടുമുട്ടിയും. ഞാൻ പഠിപ്പിച്ചത് എങ്ങനെ പുട്ടുമുട്ടി ആക്കണം. ഓക്കെ, ഇത് അമ്മമ്മ. അപ്പം നമുക്ക് പുട്ടുമുട്ടി വെക്കാം. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ അമ്മമ്മേൻ്റെ കഥയും അമ്മേൻ്റെ കഥയിലൊക്കെ ഞങ്ങൾ കുറേ ദിവസമായിട്ട് അമ്മ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ആ കഥയെല്ലാം പറയണ്ടാവും. അമ്മേൻ്റെ കഥ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നല്ല മഴേൻ്റെ ഒച്ച ഉണ്ടാവും. എന്നാൽ ഇന്ന് കുറവാണ്. ഇന്നലെയും കഴിഞ്ഞാൽ നല്ല മഴയും. എൻ്റെ മുറിക്കുന്ന സ്കില്ലാണിച്ച് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ വീട്ടിൽ അങ്ങനെ പണിയൊന്നും എടുക്കില്ല. കാരണം എൻ്റെ വീട്ടിൽ പണിയെടുക്കാൻ അമ്മയും മൂത്തമാരുണ്ട്. പിന്നെ രാവിലെ എണീച്ച് കോളേജിൽ പോകണം, ഉച്ചക്ക് കോളേജിൽ തിരിച്ചു വരണം, പിന്നെ കിടന്നുറങ്ങണം. അങ്ങനെ കുറേ ജോലികളുണ്ട്. നമുക്ക് ഇനി തന്നെ പഠിക്കാൻ സമയമുണ്ടല്ലോ. വീട്ടിൽ നിന്ന് എല്ലാവരും പറയും ഇപ്പം തന്നെയല്ലേ പഠിക്കണം. എന്തായാലും നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ആടെ പോയി പണിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയാൽ നമ്മുടെ വീട്ടിലേക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്തായാലും അവിടെ നിന്നൊക്കെ നേരെ ജോലി എടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ സുഖമായിട്ട് റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കുക എന്നാണ് എൻ്റെ ഒരു മൈൻഡ്. പക്ഷേ എനിക്ക് ജോലി എടുക്കാൻ ഇഷ്ടമുള്ള പെൺകുട്ടികളുണ്ടാവും. എനിക്ക് തീരെ ഇഷ്ടമല്ല പണിയെടുക്കുന്നത്. സത്യം പറയാമല്ലോ, കുക്കിംഗ് അല്ല എൻ്റെ ഒരു മൂഡിനാണ്. ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം തോന്നി ഞാൻ ഉണ്ടാക്കും. ചിലപ്പോൾ എനിക്ക് ഉണ്ടാക്കുന്നത് നമുക്കൊരു കഞ്ഞി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കുടിച്ചിട്ട് അടിയും കൂടി കിടക്കും. അപ്പോൾ ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട്. ഇല്ല, ഒരു കഷ്ണം കൂടാണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ക്യാമറയിൽ ബാക്കോട്ട് വെക്കാൻ സ്പേസ് ഇല്ല, കാരണം ഇവിടെ ജനലാണ്. ഉള്ളി മുറിച്ചിട്ട് നമുക്ക് ചീച്ചട്ടി എടുത്തിട്ട് വരാം. അപ്പോൾ ചീച്ചട്ടി നമുക്ക് ഗ്യാസ് പുട്ടെടുത്തിട്ട് വരാം. കൈ മുന്നേ ഒരു കഷ്ണം പുട്ട് പോരാ എനിക്ക്. ആദ്യം പുട്ടല്ലേ പൊടിച്ചിടണ്ടേ? അപ്പൊ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിക്കാം. ഓക്കെ, നമുക്ക് കടുവ ആക്കാം. കടു പൊട്ടിക്കാൻ കുറച്ച് പേടിയാണ്. ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടെങ്കിലോ എന്റെ കണ്ണ് തറക്കൂലേ. കടു പൊട്ടിച്ച് നമുക്ക് ഉള്ളി വാട്ടാം. നല്ല ഇട്ടാ പൊട്ടുവാ. മെല്ലനെ ഇടാം. അതാ പൊട്ടുന്നേ. അത് എൻ്റെ കയ്യിൽ വെള്ളം കഴിഞ്ഞുണ്ടായിരിക്കുമല്ല. പിന്നെ ഉള്ളിയിൽ നമ്മൾ ഓൾറെഡി ഉള്ളിൽ കഴിഞ്ഞു. ഇനി ഓക്കെ, നമുക്ക് ധൈര്യത്തോടെ ഞാൻ കുറച്ച് ദൂരെ നിൽക്കുന്നതെന്ന് വെച്ചാൽ പേടിച്ചിട്ടില്ല. ഇങ്ങനെ തന്നെ കാണുന്നുണ്ടോ അറിയില്ല, കാരണം ക്യാമറ ഒക്കെ വർക്കാറില്ല. എടുക്കാനായി കൊണ്ട് ഇവിടെ മതി.
അപ്പം ഇനി നമുക്ക് ഇട്ടു മുട്ട വളഞ്ഞല്ല അടുക്കല്ല കുറച്ച് സൈഡായിട്ട് സാരില്ല എങ്ങനെയായാലും പൊട്ടിച്ചാൽ പോയാ എനിക്ക് ഈ മുട്ടയിൽ ബാക്കി വരുന്ന മുട്ട വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് മുട്ടയിൽ മഞ്ഞനെക്കാട്ടും കൂടുതൽ ഇഷ്ടം വെള്ളയാണ്. അയ്യോ സോറി. ഇനി നമുക്ക് ഇളക്കാം. എൻ്റെ കുക്കിംഗ് സ്കില്ലായിട്ട് നിങ്ങളാരും ചോയ്ക്കറി പെണ്ണിൻ്റെ അടുക്കള കാണാത്ത പോലെ ഞാൻ സാധാരണ അങ്ങനെ അടുക്കള കയറില്ല. അതുകൊണ്ട് തന്നെ അടുക്കള കാണാത്ത പോലെ തന്നെ ഉണ്ടാവും. അത് വലിയ കാര്യമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ലാന്ന് അമ്മമ്മമാരെല്ലാം പറയും. നമ്മളെ വീട്ടിലെ പ്രായമുള്ള ആൾക്കാരെല്ലാം പറയും അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പെൺകുട്ടികളാൽ പാചകം പഠിക്കണം. കാരണം നമ്മൾ എവിടെയും പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സർവൈവ് ചെയ്യാണെങ്കിലോ അതിപ്പോൾ അതിനുള്ള പാചകമല്ല എനിക്കറിയാം. എനിക്ക് എവിടെ പോയി കഴിഞ്ഞാലും കുറച്ച് ചെറുവാരി അഞ്ഞിട്ട് കഴിഞ്ഞാൽ ഞാൻ അതും കുടിച്ചിട്ട് 24 മണിക്കൂറും അതും കുടിച്ചിട്ട് ഞാൻ തിരിച്ചോളും. ചെറുവാരി അഞ്ഞൊക്കെ എനിക്കറിയാം കുക്കറിൽ ലെമൺ. പക്ഷെ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല സ്വന്തമായിട്ട്. പക്ഷെ എനിക്കറിയാം. അമ്മ പുട്ട് പൊളിച്ചിട്ടെ ഒരു പുട്ടല്ല കൊണ്ട് ഈ ഒരു പുട്ട് നമുക്ക് ഈ പുട്ടും മുട്ടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, ഞാൻ കാണിച്ചിട്ടേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പുട്ടും മുട്ടിയും ഉണ്ടാവുക. ഇതിനൊരു നല്ല സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും സാധനം റെഡിയായി. നമുക്ക് കഴിക്കുമ്പോൾ കാണാം. അമ്മേ ഓഫാക്കട്ടെ. ബൈ. ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടെ ഇടാം. കുരുമുളക് കഴിക്കാം. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റായി, അതുകൊണ്ട് കുറച്ച് കഴിക്കാം. പുട്ടും മീൻ കറിയും. മീനില്ല, എനിക്ക് മീൻ ഇഷ്ടമല്ല. ഇവിടെ എല്ലാവരും ചോറ് തിന്നു, പുട്ട് തിന്നു. ഹലോ, അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ വൈകിട്ട് പുട്ടും പഴവും തിന്നാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഈ പണിയത്തെ പിരാന്താന്ന്. ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട്. ഉച്ചക്ക് പുട്ട് കഴിച്ചതോടുകൂടി ഏകദേശം ഒരു മടുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ വിചാരിക്കുന്നു രാത്രി ഞാൻ ചിക്കൻ ആക്കാമെന്ന് വിചാരിക്കുന്നു. പുട്ടും ചിക്കൻ. ഇപ്പം നമുക്ക് സാധാരണ പുട്ടും ചിക്കൻ എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ആവേശമായിരിക്കുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും വൈകിട്ട് ഇനി പുട്ടും പഴവും കഴിക്കുമ്പോഴത്തേക്ക് ആവേശമെല്ലാം അങ്ങ് പോയിക്കോളും. എന്തായാലും രസമല്ലേ. അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കാതെ മാമനും അമ്മമ്മയെല്ലാം സംസാരിക്കുന്നു. നേരത്തെ നല്ല മഴ ഉണ്ടായിരുന്നു, ഇപ്പം മഴയൊന്ന് ചോർന്ന് നല്ലൊരു കാലാവസ്ഥ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിച്ചുതരാം. അവിടെ കുളമാണ്. അവിടെ അങ്ങോട്ടേക്ക് പോകാൻ എനിക്കൊരു പേടി, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് ഇവിടുത്തെ കിണർ ഞാൻ കാണിച്ചു തരാം. കിണർ നമുക്ക് കിണർ സന്ദർശിച്ചിട്ട് വരാം. ഇവിടെ ഫുള്ള് കൈ കൊണ്ട് എത്തുവന്നാ മീന് കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? അതാ മീന് ഇവിടെ കണ്ടോ? ഒന്നൊന്നുമല്ല, 1 2 അവിടെ തന്നെ അതെ 2 എണ്ണം. നമുക്ക് വൈകിട്ട് തിന്നാൻ പുട്ടും മിച്ചറും. പഴമുണ്ട്, പക്ഷേ മിച്ചറാണ് ഞാൻ വെച്ച് മിച്ചർ എന്നാ. പഴം തിന്നോക്കാം. പഴം കൂട്ടിയിട്ട് കൊടുത്ത് നോക്കാം. പഴം കൂട്ടിയിട്ട് എപ്പോൾ തിന്നുന്നതാണ് സാധാരണ പഴം മിച്ചറിൽ കൂട്ടി തിന്നു. പഴം മിച്ചറിൽ കൂട്ടി തിന്നാൻ ടേസ്റ്റ് അല്ലേ? നമുക്ക് പുട്ടും പഴവും മിച്ചറും കൂട്ടി നോക്കാം. പിയാൻ തന്നെ അല്ലേ? ഇനി നമുക്ക് രാത്രിയത്തെ ചിക്കൻ ഉണ്ടാക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞ ഡിന്നറിന് എൻ്റെ കൈകൊണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്തെങ്കിലും വെക്കണം. അപ്പം ഉണ്ടാക്കാം. ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി എന്നാ വെക്കുന്ന ചിക്കൻ മസാലയാ കറിയാ? നമുക്ക് ചിക്കനിലേക്ക് മസാലപ്പൊടി ആദ്യം എന്നാ വേണ്ടേ? ഇപ്പം നമുക്ക് ആദ്യം മഞ്ഞൾ ഇട്ടു, മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ, ഉപ്പ്. ഇനി നമുക്കിത് പെരക്കാം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചിക്കൻ പെരക്കും. ചിക്കൻ എൻ്റെ ഫേവറേറ്റ് സാധനം ഇതാണ്. ഇത് കരളല്ല അമ്മ. ഓക്കെ, പെരക്കിയില്ലേ? സെറ്റ്. നമുക്കിലേക്ക് ഉള്ളി ഇടാം. ഇനി പച്ചമുളക്, വെളുത്തുള്ളി. നമുക്കിത് കുക്കറിലിടാം. ഇഞ്ചി ഇടാൻ മറന്നു. ഇപ്പം നമുക്ക് ഇഞ്ചി ഇടാം. ഇപ്പം നമ്മളെല്ലാം കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിന് ഒരു ഉരുളക്കിഴങ്ങും കൂടെ ഇടണം. ഉരുളക്കിഴങ്ങ് ഇടാം. അപ്പം ഇട്ടിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ചെറുങ്ങനെ കറക്കറന്നാക്കിയാൽ മതി. എന്നിട്ട് അങ്ങനെ തിരിക്കുകയും ചെയ്യാൻ ഇങ്ങനെ അടിച്ചെടുത്തിച്ചുണ്ട്. നമ്മൾ തക്കാളിൻ്റെ മേലെ ഇങ്ങനെ വെളിച്ചെണ്ണ വരട്ടിയിട്ട് ഇങ്ങനെ ചൂടാക്കുക. അപ്പം തക്കാളീൻ്റെ തോല് വേഗം പൊളിഞ്ഞു വരും. എന്നുവെച്ചാൽ നമുക്ക് തക്കാളി സോസ് ജ്യൂസാണ്. ഉള്ളി മുറിച്ചിടാം. എനിക്ക് വീഡിയോ എടുക്കാനും വീഡിയോ വെക്കാനും ഒന്നും ഒരു സ്ഥലമില്ല. അതുകൊണ്ട് അവിടെ ഇവിടെയെല്ലാം വെച്ചിട്ട് എടുക്കുന്നത്. ചിലപ്പോൾ എൻ്റെ തലയുണ്ടാവില്ല, ചിലപ്പോൾ പാത്രത്തിൻ്റെ അറ്റേ ഉണ്ടാവും. അതുകൊണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കുക. ഇപ്പം ഈ സ്പീഡിൽ മുറിച്ചിടുന്ന ഞാനല്ല, അമ്മയാണ്. അമ്മേനെ കാണിക്കരുതെന്നാണ് അമ്മ പറയുന്നത്. എന്താ ഇതാ തക്കാളീൻ്റെ തോല് ഇതുപോലെ പൊളിഞ്ഞ് വരും. ഓക്കെ, ഉള്ളിയും തക്കാളിയെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മ ഉള്ളി മുറിച്ചെങ്കിൽ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന്. ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ആക്കാം. കുറച്ചിടാം. അപ്പോൾ തക്കാളി ജ്യൂസ് റെഡി. അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ, പട്ട, ഗ്രാമ്പു, ഏലക്കായ് പശു നെയ്റ്റെടുക്കാം. നമുക്ക് ഉള്ളിയിടാം. കാലി ഉള്ളി വാട്ടാം. കുറച്ച് ഉപ്പിടാൻ പോയി. ഉപ്പ് കുറച്ചിടാൻ അറിയില്ല. കുറച്ച് കുറച്ചിട്ട് നോക്കാനാണ് പറയും. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നോക്കി ഇത്ര മതിയാ. കുറഞ്ഞു പോയാൽ കൂടിപ്പോയെന്ന് അറിയില്ല. കുറച്ചിട്ട് ഓരോ ഫോൺ അവിടെ വെച്ചപ്പോൾ കണ്ടിനോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ കണ്ടു. നമുക്ക് പച്ചമുളക് ഇഞ്ചിയുള്ള ഈ സാധനയിലേക്ക് ഇടാം.
ഞാൻ ക്യാമറ അവിടെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണൂല ഇതെന്നാ ഇടുന്ന ഇതെന്താ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കൈ പിടിച്ചിട്ട് ഇത്ര റിസ്ക് എടുത്തിട്ട് ഇങ്ങനെയാ വെക്കുന്നത്. അപ്പം എൻ്റെ മേലെ വീഴാൻ ദൈവത്തിനറിയാം. നമുക്കിതിൽ പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി നേരത്തെ ഇട്ട പോലെ 2 സ്പൂൺ, മല്ലിപ്പൊടി പോലെ വേണ്ടത് 2 സ്പൂൺ അല്ല 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഇട്ടോ. അമ്മേൻ്റെ ഭാഗത്ത് 1 സ്പൂൺ കൂടെ. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല പൊടിയും കൂടെ ഇടാം. ഇടൂ. വീഴുന്നില്ല അമ്മ. നമുക്കിതിൽ ജ്യൂസ്, നമ്മൾ നേരത്തെ തക്കാളി അരച്ച് വെച്ച തക്കാളീൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ച് ജ്യൂസ് എന്നൊക്കെ പറയാം. നല്ല മണം കേട്ടാ. ചിക്കൻ മസാലയും തക്കാളി സോസും കൂടെ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ചിക്കൻ്റെ വെള്ളം ഒഴിക്കാം. പൊട്ടൊന്നുമില്ലല്ലോ, പറയുവാ. ഉരുളക്കിഴങ്ങ് അമ്മേൻ്റെ കൈമ തെറിച്ച് നെല്ലി ഇടണ്ടേ. ആഹാ പൊള്ളി. തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിനു തനതിന്റെ താനാതിന്റെ താനാതിന്റെ തിന്തിനു. എനിക്ക് മണം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ മണം നന്നായ ഗുണം നന്നാവില്ല. അങ്ങനെ എന്താ പറയും. പിന്നെ ആദ്യം മണം നന്നായിട്ടുണ്ടെങ്കിൽ നല്ല സാധനം എന്ന് പറയും. നല്ല മണം. നമുക്ക് ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ചിക്കൻ എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. നേരത്തെ എൻ്റെ മുഖം എൻ്റെ തലയും മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ ചിക്കൻ. ഇതാണ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ സ്വന്തം ചിക്കൻ. അമ്മ എടുത്തുകൊണ്ട് ഉരുളക്കിഴങ്ങമ്മ ഒടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിലിട്ട് നല്ലോണം ഇളക്കാം. അപ്പം നമുക്കിത് റെഡി ആയിട്ട് കാണാം. ബൈ. അകത്ത് നല്ല മഴ, അകത്ത് നല്ല ചിക്കൻ. അയ്യോ, സമയം വൈകിട്ട് ആയിട്ടേ ഉള്ളൂ. രാത്രിക്കുള്ളത് നമ്മൾ ഇപ്പോഴേ ആക്കുന്നതാണ്. തിളക്കുന്നത് കണ്ടു. മല്ലിച്ചപ്പ് ഇടാം. കറിവേപ്പിലയും കൂടെ ഇട്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കുക, കഴിക്കുക. പാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഞാൻ അത് വിചാരിച്ചു പുട്ടും ചിക്കൻ കറിയും കിട്ടാം. പിന്നെ ഞാൻ വിചാരിച്ചു പുട്ടും മിക്സ് ഉണ്ടാക്കാം. അപ്പം നമുക്കിപ്പോൾ പുട്ടും മിക്സ് ഉണ്ടാക്കാം. പുട്ടും മിക്സ് നമുക്ക് വൈകിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ടെടുക്കാം. ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ സ്വന്തം ചിക്കൻ. അപ്പം നമ്മളെ പുട്ട് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിക്കാം. അങ്ങനെ ഡിന്നറും കഴിച്ചു കഴിഞ്ഞ് ഇന്നത്തെ ചലഞ്ച് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു ദിവസം പുള്ളിങ്ങനെ പുട്ട് കഴിക്കുന്നത്. ഞാൻ നിങ്ങളെ ചീത്ത ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അമ്മ എല്ലാം ചോറ് തിന്നുമ്പോൾ ഞാൻ പുട്ട് തിന്നുന്നത്. എനിക്ക് ഇന്നത്തെ കഴിച്ചാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ പുട്ട് മിക്സാണ്. ഞാൻ ഇതുവരെ അങ്ങനെ പുട്ട് മിക്സ് കഴിച്ചിട്ടില്ല. പുട്ടും ചിക്കൻ കറിയും കൂട്ടി അങ്ങനെ കഴിക്കുന്നല്ലാണ്ട് അത് രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ ഞാൻ ഇപ്പോൾ ആക്കിയ പോലെ ഞാൻ ആക്കി കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ അടുത്ത വീഡിയോയ്ക്ക് കാണാം. ബൈ.